ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ലോഗ്സ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൂപ്പൊലി എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഗാർഡൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കുന്നത്. അപ്പോൾ ഇത് പൂപ്പൊലി എന്ന് പറയുന്ന സംഭവം വന്നിട്ട് ഇത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഫുൾ ടൈം പൂവാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും ഇവിടെ ഫുൾ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊന്നും അവർ സെറ്റ് ചെയ്തേക്കണതല്ല. എപ്പോൾ നോക്കിയാലും ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ ഇങ്ങനെ ഫ്ലവർ ഗാർഡനാണ് കേട്ടോ. ഒത്തിരി പൂക്കളെ കൊണ്ടൊരു പൂപ്പൊലി തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളുടെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ചങ്ക് മുത്തുമണികളായ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഈ ഗാർഡൻ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു എക്സിബിഷൻ എന്തോ സംഭവം ഇനിയിപ്പോൾ ഉടനെ ഉണ്ട് കേട്ടോ. പൂപ്പൊലി 2024 അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് ഡെക്കറേഷൻസിലാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ അവരെന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാന്നേ അവരതിൻ്റെ പണിത്തിരക്കിലാണ് കേട്ടോ. നല്ല സൂപ്പർ നമ്മുടെ ജമന്തികളാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് നമ്മുടെ ഓണമൊക്കെ ആയതുകൊണ്ടേ ഓണപ്പൂവൊക്കെ ഇടാൻ അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്തേക്കണതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുമല്ലോ, അതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഇവരോട് ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇതങ്ങനെയല്ല, ഇത് എപ്പോഴും ഇങ്ങനെയാണെന്ന്. എപ്പോഴും ഇവരിങ്ങനെ ഈ പൂ ഇങ്ങനെ ഇവിടെ ഉണ്ടാവുന്നു കേട്ടോ. എല്ലാ സീസണിലും ഇതുപോലെ പൂന്തോട്ടം ഇങ്ങനെ തന്നെ അടിപൊളി മനോഹരമായിട്ട് പല വർണ്ണങ്ങളിലുള്ള പൂക്കളെ കൊണ്ട് വർണ്ണശബളിതമായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരൈറ്റം ജമന്തിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കണ്ടിരിക്കാനും, സൂപ്പറാണ് കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇച്ചിരി ഉണങ്ങിപ്പോയ പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിച്ചെടുത്തേട്ടാ. വിത്തൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പൊടിക്കുമോ എന്തോ ഒരു പിടുത്തില്ല. പൊടിക്കുകയാണെങ്കിൽ പൊടിക്കട്ടെ എന്ന് ഓർത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണങ്ങിയ പൂക്കളൊക്കെ. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ചെടിയാണ് കേട്ടോ. പേര് കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഇത് നമ്മുടെ മാംഗോ സ്റ്റീമാണ് കേട്ടോ. മാംഗോ സ്റ്റീം അറിയോ ഗൈസ്? അതിൻ്റെ ഒരു മരം വന്നേ കായ അത് ഇടയ്ക്ക് കായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ ചെറിയ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കണ്ട ഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടില്ല. അവർ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വയനാടാണ്, വയനാട് ജില്ലയിലാണ് കേട്ടോ ഇത് ഈ ഫ്ലവർ ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വയനാട് പോയപ്പോൾ ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ ഫുള്ളിങ്ങനെ പൂക്കളൊക്കെ കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വാടാമുല്ലയാണ് കേട്ടോ ഇത്. വാടാമുല്ലയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ നമ്മുടെ മെലസ്റ്റോമ സൂപ്പറാണ് കേട്ടോ ഈ പൂവ്. പിന്നെ വീണ്ടും നമ്മുടെ ജമന്തിക്കുട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വയനാടൊക്കെ പോയിട്ടുള്ളവർ ഉണ്ടെങ്കിലും ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഈ ഒരു പൂപ്പൊലി ഗാർഡനൊക്കെ പോയി ഒന്ന് സന്ദർശിക്കണം കേട്ടോ. ഫ്ലവർ ഗാർഡൻ നല്ല ഭംഗി തന്നെയാന്നേ. ഇതൊക്കെ കണ്ടിരിക്കാനും നല്ല വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ജമന്തിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഞങ്ങളെല്ലാത്തിൽ നിന്നും കുറച്ച് വിത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചു മാറ്റി അങ്ങനെ നല്ല കൊള്ളാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും കാണുന്ന ജമന്തി തന്നെയാണ്. പിന്നെ ഒരുപാട് നമ്മുടെ ഇതുണ്ട് കേട്ടോ. വാടാമുല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി വേറൊരു ചെടിയൊക്കെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു വാട്ടർ ഷോ ഇതെന്തുവാ സംഭവം. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് തന്നെ ഒരു ചെറിയൊരു പൊയ്ക പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം മൊത്തം കണ്ടിങ്ങനെ നടക്കാൻ. കണ്ടില്ലേ ഇവർ അതൊക്കെ പഴയ ഇതിരുന്ന പോട്ടൊക്കെ മാറ്റിയിട്ട് അവർ വേറെയൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അവരുടേതായ പണി തിരക്കുകളിലാണ് ഗെയ്സ്. പിന്നെ ഇത് കണ്ടില്ല നമ്മുടെ ഈ എന്തുവാ ഇത് ചൂളമരമാണോ അതൊക്കെ അവരിങ്ങനെ നന്നായിട്ട് വെട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കണ്ടില്ല നല്ല കുറ്റിച്ചെടി പോലെ നന്നായിട്ട് അവർ കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോംബെ റോസയാണെന്നോ നമ്മളിവിടെ അങ്ങനെയാണെന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ മുളച്ച് നിൽപ്പുണ്ട് കേട്ടോ. പൂവൊന്നും വന്നിട്ടില്ല, പൂ ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ ഒരു
നമ്മുടെ ഒരു വലിയൊരു പരുന്തിൻ്റെ ഒരു സ്റ്റാച്ചു. പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നിറച്ച് നമ്മുടെ ഫലവൃക്ഷങ്ങളൊക്കെ കുറേ ഉണ്ട്. പിന്നെ കുറേ അലങ്കാര ചെടികളാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു അലങ്കാര ചെടിയാന്നേ, കണ്ടില്ലേ, നമ്മുടെ പരുന്ത്. പിന്നെ ഒരു ചെറുതായിട്ട് പിള്ളേർക്ക് കളിക്കാൻ ഒരു ഗാർഡനൊക്കെ റൈഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പാർക്ക് പോലെ, പാർക്ക് പിള്ളേർക്കുള്ളൊരു കുഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഇതുവഴി ഇങ്ങനെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് നമ്മുടെ റോസാത്തോട്ടങ്ങളാണ് ഗൈസ്. റോസാത്തോട്ടം ഇത് കണ്ടില്ല, ഒരു നല്ല വെറൈറ്റി ഒരു പൂവാന്ന് കേട്ടോ. അങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ളൊരു പൂവാന്ന്, നല്ലൊരു ഓറഞ്ച് കളറൊരു പൂവാന്ന് കേട്ടോ. പിന്നെ ഇതിനകത്ത് ആ സൈഡൊക്കെ വന്നിട്ട് കുറേ ബേർഡ്സൊക്കെയാണ് കേട്ടോ. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതെടുത്തൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഇത് നമ്മുടെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഒത്തിരി ഉണ്ടേ. നമ്മുടെ റോസ് കണ്ടില്ല, നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഒരു കൊമ്പിൽ തന്നെ എന്തോരം റോസാന്ന് നോക്കിയേ, കൊത്തായിട്ട് നിൽക്കുവാന്ന് കേട്ടോ. നല്ല റെഡ് കളർ റോസാന്ന്. കണ്ടിട്ട് തന്നെ അങ്ങോട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ആസ്വദിച്ചു. ഭയങ്കര വെറൈറ്റി റോസാണ് കേട്ടോ. നല്ല സൂപ്പറാന്നേ കണ്ടിരിക്കാൻ. എങ്ങനെയാണെന്നോ ഇത് തറയിലൊക്കെ നോക്കുമ്പോൾ നല്ല കട്ടൻ തറയാന്ന് കേട്ടോ. ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ല. എന്നിട്ട് എങ്ങനെയാണെന്ന് ഇതെല്ലാം ഇങ്ങനെ സൂപ്പറായിട്ട് നിൽക്കണം കേട്ടോ. എല്ലാം ഒരു വെള്ളമൊക്കെ രണ്ട് നേരമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരിക്കും. എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ പിന്നെ നമുക്ക് ചെടികളൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. സെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കണ്ടുപോവാം, അത്രയേ ഉള്ളൂ കേട്ടോ. സെയിലൊന്നുമില്ല, ഒരു ചെടികളും അങ്ങനെ സെയിലില്ല കേട്ടോ. എല്ലാം നമുക്കിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോവാം, അത്രയേ പറ്റുള്ളൂ. ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. കാരണം നിറച്ച് എല്ലാം ഇങ്ങനെ പല കളറിലുള്ള റോസൊക്കെ ഇങ്ങനെ കലർത്തി നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാന്നേ, നല്ല കളറാണ് കേട്ടോ. ഓരോന്ന് കാണുമ്പം എൻ്റെ സാറിയെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല സൂപ്പർ കളറാണേ. അപ്പോൾ നമ്മുടെ പൂപ്പൊലി ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുറേ അലങ്കാര ചെടികളാണ് കേട്ടോ. നമ്മുടെ വീട്ടിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന സൈസിലുള്ള കുറേ നമ്മുടെ അലങ്കാര ചെടികളാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇനിയും എത്തുന്നതായിരിക്കും. അതുവരേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്കുമുത്തുമണികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി താങ്ക്സ് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ലവ് യു ഓൾ.